ലൈറ്റ് ആണെങ്കിൽ ഓണാ. ആ വന്നോ. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹസ്ബൻഡ്, നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഗൾഫിൽ നിന്നോ എവിടെന്നെങ്കിലും അവിചാരിതമായി വന്നു. നിങ്ങൾ ഡോറ് തുറന്നപ്പോൾ അത് കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ രണ്ടുപേരും ചെയ്യണം. അടുത്ത സിദ്ധിമോളും ജനമോളും. പുറത്ത് വളരെയധികം ഭയാനകമായ എന്തോ ഒന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം, നിങ്ങൾക്കത് അറിയണം. പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അസ്വസ്ഥമായിട്ടായിരിക്കും ഡോറ് തുറന്ന് അത് നോക്കുന്നത്. പിന്നെ നമ്മുടെ അഭിരാമി മോൾ ഇപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ഏകയായി വന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും, അതായത് അഭിരാമി മോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഡോറ് തുറന്നപ്പോൾ കണ്ടത് ഹിമാലയം. അത് കണക്ക് തികച്ചും വ്യത്യാസമായി ഡോറ് തുറന്നങ്ങ് ഇറങ്ങിയത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഞെട്ടലും ഭയവും വിശ്വാസമില്ലായ്മയും ഒക്കെ കൂടെ ആയിട്ട് വരുന്നുള്ള ഒരു എക്സ്പ്രഷൻ. ജഡ്ജസ് നമ്മുടെ കൂട്ടുകാരാണ്, അവരറിയിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ പഠനവും കൂടെയാണ് ഈ നാട്യരംഗം. ഓക്കെ, അയ്യേ എന്തിനാ? ഓ അവിടെ ഡാൻസ് ചെയ്യാൻ ഇത്രയും പേടിയില്ലല്ലോ. മജിയൊക്കെ അങ്ങോട്ട് ചെയ്യണം. അടച്ചോ. റെഡി? അപ്പൊ മനസ്സ് നല്ല രീതിക്ക് ഒന്ന് ആക്ക്. ഒരു 2 സെക്കൻഡ് തരുമോ? തരാം. സ്റ്റാർട്ട്. അവള് നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യേ ആര്? സിദ്ധി അവിടെ അനാമിക മോളുടെ കോൺസെൻട്രേഷൻ. 2 3 സ്റ്റാർട്ട്. ശ്രീലക്ഷ്മി കൊടുത്തോ. അടുത്ത നമ്മുടെ ശ്രീലക്ഷ്മി മോള് ഇതേ എക്സ്പ്രഷൻ ചെയ്യുവാണ്. ഓക്കെ, അല്ല പുറത്തുനിന്ന് കാണണം. ഒരു 2 സെക്കൻഡ് ചേച്ചി. ഓക്കെ ഓക്കെ ശരി, നല്ലോണം മനസ്സ് അതിലോട്ടാക്ക്. 3 സ്റ്റാർട്ട്. അയ്യോ ചേച്ചി ഒന്നുകൂടെ. 3 സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി മോളും ചെറുതായിട്ടൊരു ശ്രമം നടത്തി, രണ്ടുപേരും ചെയ്ത്. ഇനി നമുക്ക് അടുത്ത രണ്ടുപേരുടെ കാണാം. സ്വസ്ഥതയും എല്ലാം ചേർന്നൊരു എക്സ്പ്രഷൻ ആണ് നമ്മുടെ സിദ്ധിമോൾ കാഴ്ചവെക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തുവാന്ന്. ഓക്കെ, സ്റ്റാർട്ട്. ആദ്യമേ സിദ്ധിയുടെ കണ്ണ് കണ്ട് ഞാൻ പേടിച്ചു പോയി. ലാസ്റ്റ് ഒരു ചെറിയ ചിരി വന്നില്ലേ സിദ്ധിക്ക്? ഇറങ്ങി അറിയിക്കാം. അയ്യോ കഴിഞ്ഞ അകത്ത് കയറിയപ്പോ ചെറിയ. റെഡി 1 സ്റ്റാർട്ട്. നല്ല എന്തോ ഒരു പ്രശ്നമാണ് പുറത്ത്. ലാസ്റ്റ് ഒരു ചിരി. അത് പ്രാർത്ഥിച്ച് നിൽക്കുന്ന. അതല്ല, അതിനുശേഷം ഞാൻ തലയിറങ്ങി വീഴും. അയ്യേ, അപ്പൊ ഇത്രയുള്ള ധൈര്യം അല്ല, ഇത് ആക്ടിങ് ആണല്ലേ. ശരി, ഇല്ലെങ്കിൽ അങ്ങ് തകർത്തേനെ. അടുത്തതായിട്ട് നമ്മുടെ അഭിരാമി മോള് ഡോറ് തുറക്കുമ്പോൾ, അതായത് തുറന്നത് അഭിരാമി മോളുടെ വീട്ടിൽ നിന്ന്, പക്ഷെ കാണുന്നത് വേറെ ഏതോ ഒരു സ്ഥലം. അങ്ങനെ ഒരു അനുഭവം. സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ അഭിരാമി മോള് എന്നാലും കുറച്ചുകൂടെ ഒരു വലിയ ഞെട്ടല് വരുന്നേ. എക്സ്പ്രഷൻ അല്ലെങ്കിൽ അഭിനയം, നാട്യരംഗം പല പല രീതിയിലായിട്ട് നമ്മൾ ചെയ്ത് ഒരുപാട് വ്യത്യാസം നമുക്ക് ഉണ്ടായി വരും. ഏറ്റവും നല്ല ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്നത് നല്ലൊരു വീക്ഷകനായിരിക്കണം. നല്ല രീതിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളിലുള്ള എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. അത് നമ്മളിലേക്ക് അർപ്പണത്തോടുകൂടി എടുക്കാനും ശ്രമിക്കണം. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല മക്കളെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതിലൊരു വ്യത്യാസം ഉണ്ടാകും.
അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയട്ടെ നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് ചെയ്തത് എന്നുള്ളത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. നല്ലൊരു ടാറ്റ പറഞ്ഞോ. ടാറ്റ.